ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മടി പിടിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. തക്കാളി ചോറാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ചിനായാലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. വേറെ ഒരുപാട് കൂട്ടാനുകളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കർ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 1/2 ടീസ്പൂണോളം കടുക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ ജീരകം ഒക്കെ ഒന്ന് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. പിന്നെ 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആവാൻ വെയിറ്റ് ചെയ്യരുത്. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും അതുപോലെ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ 1 എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളക് പൊടിയല്ല. ഇപ്പോൾ കാശ്മീരി ആകുമ്പോൾ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ല എരിവ് അത്ര ഉണ്ടാവില്ലല്ലോ. അത് ചേർത്തിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാലേ ആ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം ശരിക്കും പോവുള്ളൂ. തക്കാളി ചേർത്ത ശേഷം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഞാനിവിടെ വലിയ 3 പഴുത്ത തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. ഇതാണല്ലോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ വലുത് തന്നെ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കുക. പഴുത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം കേട്ടോ നമുക്ക്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചെടുക്കണം. അപ്പോൾ അത് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അതെടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പച്ചരി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പച്ചരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി അരി വെച്ച് ചെയ്താലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ബസുമതി അരി വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇങ്ങനെ വറുത്തെടുക്കുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും അതെല്ലാം എത്തുന്ന രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതേ സമയം നമുക്കിതിലേക്കുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ടും വെക്കണം കേട്ടോ. ഞാനിതിലേക്ക് 1.5 കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിവിടെ 2.5 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് മൊത്തത്തിലുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കട്ടെ. കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് മല്ലിയില എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് 1 ടീസ്പൂണോളം നല്ല നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 1 വിസിൽ മതിയിട്ട്, അതിൽ കൂടുതലായാലും വെന്തുടഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ 1 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കറക്റ്റ് വേവിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത് പച്ചരിയാണെന്ന് തോന്നുന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം അല്ലെങ്കിൽ ചൂടോട് കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. ഇപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഓംലെറ്റ് പൊരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. അത് മാത്രം മതിയാവും ഇതിലേക്ക് കൂട്ടാൻ. വേറെ ഒന്നിൻ്റെ ആവശ്യം വരില്ല. ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.